ആ വർഗീസേട്ടാ പറ. ഭക്ഷണം ഒരു വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേനും ഞാനങ്ങ് എത്തിച്ചേക്കാം. അപ്പോഴത്തേക്കല്ലേ ആൾക്കാർക്ക് വന്നു തുടങ്ങുള്ളൂ. പിന്നെ ജ്യൂസും ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ എത്തിച്ചേക്കാം. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ. പിന്നെ നൈറ്റ് ടച്ചിങ്സിന്റെ കാര്യം ഒന്ന് സെറ്റ് ചെയ്യോ? എടാ അതിന്റെ കാര്യത്തിലൊന്നും നീ പേടിക്കണ്ട. ഇതൊക്കെ വർഗീസേട്ടൻ എത്ര കാലം മുമ്പ് തുടങ്ങിയ പരിപാടിയാ. പിന്നെ നാളെ മറ്റന്നാളെ തിരക്കായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നിന്നെ ഇപ്പൊ വിളിച്ചേ. പിന്നെ പരിപാടിയൊക്കെ എന്തായി? ഒന്നും പറയില്ല ഏട്ടാ, ഒടുക്കത്തെ ഓട്ടാ. പിന്നെ വർഗീസേട്ടാ ഞാൻ നിങ്ങളെ വിളിക്കാവേ, നിങ്ങൾ ആ സാധനം സെറ്റ് ചെയ്യണമെന്ന് പറ. ശരി മോനെ. ശരി ഏട്ടാ, എന്നാ ഓക്കെ. അമ്മേ പഞ്ചസാര. ആ അമ്മേ അമ്മ ഈ തെണ്ടി കാണിക്കുന്നുണ്ടോ? തിണ്ടിന്നോ? 2 ദിവസം കൂടെ കഴിഞ്ഞാലേ വേറെ വീട്ടിലേക്ക് പോകാനുള്ള പെണ്ണാ. എന്നിട്ട് ഇവിടെ സംസാരം കണ്ടില്ലേ? ചേട്ടാന്ന് വിളിക്കടി, വിളിക്കടി ചേട്ടാ. അപ്പൊ അവക്കെല്ലാം അറിയാം. ചായയുടെ നിറം എന്താ അമ്മ ഇങ്ങനെ? പിന്നെ ചായയുടെ നിറം എങ്ങനെയാ? പട്ടത്തിന്റെ നയച്ചേ. എടി നിന്നെ ഞാൻ അടുത്തോളട്ടാ. പെണ്ണിന്റെ ഒരു കുരുത്തക്കേട്. നീ എന്തിനാ ഇങ്ങനെ അവളെ എതികേറ്റുന്നേ? നീ കുറച്ചു ദിവസം ഇവിടെ കഴിഞ്ഞാ അവളുടെ കളിയും ശരിയൊക്കെ മാറി ഒരു ഉത്തരവാദിത്തപ്പെട്ട പെണ്ണാവേല്ലേ? അല്ല നിനക്ക് ഇന്നെങ്ങും പോകണ്ടേ? പിന്നെ അല്ല, മണ്ഡപത്തിന്റെ അഡ്വാൻസ് കൊടുക്കണം, പിന്നെ പൂക്കടയിൽ പോവാണ്ട്, പിന്നെ ഹോളിലെ പൈസ കൊടുക്കണ്ടേ. അങ്ങനെ പരിപാടി ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ. കുഞ്ഞാ, അമ്മ നാരായണേട്ടൻ്റെ അടുത്ത് ചിട്ടു പിടിച്ചു വെച്ചിട്ടുണ്ട്. അലമാരിലിരിക്കുന്ന പൈസ എടുത്ത് മോൻ ആവശ്യമുള്ളതല്ലേ അതെടുത്തു. അതൊന്നും വേണ്ട അമ്മ, അതോർത്ത് ടെൻഷനും അടിക്കണ്ട. മേഹൂന ഞാനേ ഒന്ന് പോയി കുളിച്ചിട്ടില്ല. ആ ചേട്ടാ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞോളാം, നിങ്ങൾ എപ്പോഴെന്ന് വെച്ചാൽ പോരട്ടോ. ആ ശരി അമ്മേ. ബാത്റൂം പൈപ്പ് പൊട്ടിക്കല്ലേ, അത് ശരിയാക്കാൻ സാബു ചേട്ടൻ വരും. മേശപ്പുറത്ത് കാശ് വെച്ചിട്ടുണ്ട്, വന്നാ എടുത്ത് കൊടുക്കണേ. ശരി. അമലേ ആ നിന്നെ എങ്ങോട്ടാടാ? ഞാനേ ഈ ജംഗ്ഷൻ വരെ പോയിട്ടെ തലകുത്തി മറിയാൻ പോണു. എന്തിയേ? കാര്യം പറ. എടി 100 തൊട്ട് പണിയുള്ളതാണ്. എന്നെ കുട്ടി പുറത്തു പോടാ ഈ പ്ലീസ്. തിരക്കിനിടയില്ല 2 ദിവസം കൂടി കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമുക്ക് തല്ലുവിടാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ വല്ലപ്പോഴും വരും. പ്ലീസ് പ്ലീസ് ഡാ. പെണ്ണ് ശരി, പുറത്തോ കൊണ്ടുപോവാം, പക്ഷെ സ്നേഹത്തോടെ ഏട്ടാന്ന് വിളിക്കണം. ചേട്ടാ. എന്തോ ചേട്ടാ. നീ ഓർക്കുണ്ടോ നമ്മുടെ അച്ഛൻ മരിച്ചപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവി എന്താവെന്ന് ഓർത്തു, എൻ്റെ മോളുടെ ജീവിതം എന്താവെന്ന് ഓർത്തൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മ കുറേ കരഞ്ഞത്? ഞാൻ ഒരിക്കലും കരഞ്ഞില്ല. എന്താ അറിയോ, എനിക്ക് നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ളതാണ്. ഹോസ്റ്റലിൽ ഞാൻ പല രാത്രിയിലും കുറേ കരഞ്ഞിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി ഇവിടുന്ന് ഓട്ടോ ഓർത്തു, എനിക്ക് നിന്നൂടെ തല്ലുവിടാൻ പറ്റാത്തൊക്കെ ഓർത്ത്. എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട്. പറ.
എനിക്ക് സ്റ്റാറ്റസ് ഓർ വന്ന് പറയുന്ന തേച്ചിട്ട് പോയ തിണ്ടി രാഹുലില്ലേ, എനിക്ക് അവനൊന്ന് കല്യാണം വിളിക്കണം. പോവാം, പോ. പോവാലോ, ആ പോയിക്കാം. എവിടെ അവര് വരാനാ? നമ്മളെല്ലാ ദിവസവും കൂടെ ഒന്ന് കുറ്റിയടിച്ചിരിക്കും, അവര് വരയില്ല. പോവാ, നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. ആ രാഹുല്, ആ എന്താ ഈ വഴി? ഒന്നുമില്ല, എന്തോരോടി? ചുമ്മാ കളിക്കാനായിട്ട്. അത് ശരി. ഞാനേ ഒരു കല്യാണം വിളിക്കാൻ വന്നാ. ചേട്ടൻ്റെ കല്യാണമായ? എൻ്റെ അല്ല. പിന്നെ സുഖം തന്നെ. എന്തൊക്കെയുണ്ട്? ഈ ശനിയാഴ്ച എൻ്റെ കല്യാണമാണ്. ചെക്കൻ നിന്നെ പോലെ ലോക്കലായിട്ടൊന്നല്ല, ആളങ്ങ് അമേരിക്കയിലാണ് കേട്ടോ. നോക്കട്ടെ, നേരത്തെ കാലത്തൊക്കെ എത്തിക്കണം. സ്റ്റാറ്റസുകാരാ. ബൈ. പോട്ടറാ.